ഇനിയും ഈ ഒരു മോഡേൺ നെറ്റ്വർക്കിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഒരു സ്വിച്ച് ഒരു വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് തന്നെ നമുക്ക് പല രീതിയിൽ നല്ല പല ടൈപ്പ് ഓഫ് യൂസ് കേസ് അനുസരിച്ച് നമുക്ക് സ്വിച്ചുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് ഒന്ന് ക്യാമ്പസ് സ്വിച്ചുകൾ എന്ന് പറയും. ക്യാമ്പസ് സ്വിച്ചുകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, നമ്മുടെ സ്കൂൾ, ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളാണ് ക്യാമ്പസ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാമ്പസ് സ്വിച്ചുകൾ മോഡൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് എന്താ പറയുക, ഒരു സാധാരണ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് നെറ്റ്വർക്കിൽ വേണ്ട അത്രയും പോർട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഇപ്പോൾ 8 പോർട്ടിന്റെ സ്വിച്ച് മുതൽ നമുക്ക് മുകളിലോട്ട് നമുക്ക് സ്വിച്ചുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും അതുപോലെ തന്നെ പവർ ഓവർ ഇത്തർനെറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അതായത് നമുക്ക് ചില ഡിവൈസുകൾ, ഇപ്പം ആക്സസ് പോയിന്റ് അല്ലെങ്കിൽ IP ക്യാമറ, ഇതിനൊക്കെ പവർ സപ്ലൈ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നെറ്റ്വർക്ക് കേബിൾ വലിക്കുന്ന കൂട്ടത്തിൽ തന്നെ സ്വിച്ചിൽ നിന്ന് തന്നെ പവർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് പവർ ഓവർ ഇത്തർനെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ക്യാമ്പസ് സ്വിച്ചുകളിൽ പോസിബിൾ ആണ്. പിന്നുള്ളത് ഡേറ്റാ സെന്റർ സ്വിച്ചസ് ആണ്. ഡേറ്റാ സെന്റർ സ്വിച്ചിന്റെ പ്രത്യേകത വെച്ചാൽ അത് ഒരു ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഒത്തിരി ഡേറ്റ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചസ് ആയിരിക്കും ഡേറ്റാ സെന്റർ സ്വിച്ചസ്. അപ്പോൾ അതിന് ഇപ്പം ജിഗാബൈറ്റ് ഇത്തർനെറ്റ് അല്ലെങ്കിൽ 100 GB അല്ലെങ്കിൽ 400 GB എന്നൊക്കെ പറഞ്ഞ് അത്രയും സ്വിച്ചിങ് പവർ അതിന് വേണ്ടി വരാറുണ്ട്. കാരണം ഡേറ്റാ സെന്റർ നമുക്കറിയാം, വലിയൊരു ഡേറ്റാ സെന്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സെർവേഴ്സും ഒക്കെ കാണും. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള സ്വിച്ചസും അവൈലബിൾ ആണ്. ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ചില എന്താ പറയുക, ഇപ്പം ഓയിൽ ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സ്വിച്ചസ് കൊണ്ട് വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ പൊടി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ റേഞ്ചസ് മാറിയാൽ വലിയ ഇതില്ലാതും, അതുപോലെ വൈബ്രേഷൻ, ഭയങ്കര വൈബ്രേഷൻ ഒക്കെയുള്ള ഒരു ഫാക്ടറി ഇതാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ സ്വിച്ചസ് നമുക്ക് ഡീപ്ലോയ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇൻഡസ്ട്രിയൽ സ്വിച്ചസ് എന്ന് പറഞ്ഞ അതിന്റെ മോഡലുകളാണ് വരുന്നത്. പിന്നുള്ള സർവീസ് പ്രൊവൈഡർ സ്വിച്ചസ് ആണ്. ബേസിക്കലി സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ISP പോലുള്ള വലിയ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ വലിയ ഡേറ്റാ സെന്റർ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അവിടെ വരുമ്പോഴത്തേക്കിനും അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡർ സ്വിച്ചസും ഉണ്ട്. അത് ഹൈ എൻഡ് സ്വിച്ചസ് ആണ്. അതിനകത്ത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചസും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്വിച്ച് മോഡൽ എടുക്കുമ്പോൾ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് പല ടൈപ്പ് സ്വിച്ച് മോഡൽസ് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും.